അവരുടെ പണ്ഡിത സംഘടന രൂപീകരിച്ചപ്പോൾ അതിന്റെ വൈസ് പ്രസിഡന്റായും പിന്നീട് ഉപദേശകനായും തെരഞ്ഞെടുത്ത അബ്ദുസ്സലാം സുല്ലമി ഈ കഴിഞ്ഞ പെരുന്നാൾ കഴിച്ചത് അദ്ദേഹവും അനുയായികളും നമ്മൾ കഴിച്ചതിന്റെ തലേ ദിവസമാണ്. അപ്പൊ ഐക്യണ്ടായാൽ എങ്ങനെ ഉണ്ടാകും? മടവൂർ വിഭാഗത്തിന്റെ ഉള്ളിൽ തന്നെ രണ്ട് പെരുന്നാൾ. അബ്ദുസ്സലാം സുല്ലമിയുടെ ആശയമാണ് ഐക്യത്തിന്റെ പേരിൽ, ലയനത്തിന്റെ പേരിൽ കൈതേരിയിൽ മിമ്പറിന്റെ മുകളിൽ കാര്യ വ്യക്തിക്കെങ്കിൽ ആ വ്യക്തി ആ ഹദീസ് നിഷേധിച്ച ഹദീസ് മിമ്പറിന്റെ മുകളിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവിടെയാണ് ഐക്യം വേണം, ഐക്യം അനിവാര്യമാണ്. എങ്ങനെയാണ് ഐക്യം സാധ്യമാകേണ്ടത്? ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ, വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ, അല്ലാഹുവിന്റെ പാശത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. നിങ്ങൾ ഭിന്നിക്കരുതെന്നുള്ള ഭാഗം മാത്രം ഓടരുത്, വലാ തഫറഖൂ മാത്രം ഓടരുത്. മുമ്പുണ്ട് വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ, അല്ലാഹുവിന്റെ പാശത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം, എന്നിട്ടാ ഭിന്നിക്കരുത് എന്ന് പറഞ്ഞത്. സംസം വെള്ളത്തിന് രോഗശമനമുണ്ടെന്ന് പറയുന്ന മുഴുവൻ ഹദീസുകളും ദുർബലമാണ്. അബ്ദുസ്സലാം സുല്ലമിയുടെ വാദം, ഈ വാദം പറയാനാണോ കൈതേരിയിലെ മിമ്പർ ഉണ്ടാക്കിയത്? ആണോ? അബ്ദുസ്സലാം സുല്ലമി എഴുതി 2009 ആഗസ്റ്റ് 28-ാം തീയതി എഴുതി, വിശ്വാസ കാര്യങ്ങൾ സ്ഥിരപ്പെട്ട് അംഗീകരിക്കണമെങ്കിൽ ഖുർആനിലോ മുത്തവാത്തിറായ ഹദീസിലോ വരണം. സ്വഹീഹായ ഹദീസുകളിൽ വളരെ കുറച്ച് ഹദീസുകൾ മാത്രമാണ് മുത്തവാത്തിറായി വന്നിട്ടുള്ള ഹദീസുകൾ. അതെ, മുത്തവാത്തിറായ ഹദീസുകൾ സ്വഹീഹായ ഹദീസുകളിൽ വളരെ കുറവാ. എങ്കിൽ അറിയുമോ, ഖബറിലെ ചോദ്യവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ സ്വഹീഹായ ഹദീസുകളുണ്ട്. അവ മുത്തവാത്തിറല്ല, തള്ളേണ്ടി വരും. കാരണം മുത്തവാത്തിറാണെങ്കിലേ സ്വീകരിക്കാൻ പറ്റുമെന്നാണ് മടവൂർ വിഭാഗം എഴുതി വെച്ചത്. ഹൗദുൽ കൗസറുമായി ബന്ധപ്പെട്ട ഹദീസുകൾ സ്വഹീഹാണ്, മുത്തവാത്തിറല്ല, തള്ളേണ്ടി വരില്ലേ? വിചാരണയുടെ വിശദാംശങ്ങൾ സ്വഹീഹാണ് ഹദീസ്, മുത്തവാത്തിറല്ല, തള്ളേണ്ടി വരില്ലേ? സിറാത്ത് പാലും സുന്നമിടത്തെ തട്ടുകൊടുത്തു, തീർന്നില്ല. നിരവധി റസൂലുള്ളാഹിയുടെ മുഅ്ജിസത്തുകള്, അന്ത്യനാളിന്റെ അടയാളങ്ങള്, ഈ ഹദീസുകളെല്ലാം അവർ തള്ളുന്നു. ഇങ്ങനെ ഈ തള്ളുന്ന ആശയവുമായി കൈതേരിയിലെ പള്ളിയിലേക്ക് വന്നാൽ എന്തു പറയാൻ സാധിക്കും? അവിടെയാണ് സഹോദരങ്ങളെ ഇപ്പോൾ ഐക്യം വേണമെന്ന് പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് അവർ പറയുന്നു, ഈ കഴിഞ്ഞ പെരുന്നാളിന് മുജാഹിദ് പ്രസ്ഥാനം ശബാബ് വ്യതിയാനത്തിലേക്ക് പോയപ്പോൾ ചോരയും നീരും കൊടുത്ത് മറ്റൊരു പ്രസിദ്ധീകരണം തുടങ്ങി. അതാണ് വിചിന്തനം. ആ വിചിന്തനത്തിലും ബാധ വന്നു, ഹദീസ് നിഷേധത്തിന്റെ ബാധ വന്നു. ഉദാഹരണം 2013 10-ാം തീയതി വിചിന്തനത്തിന്റെ ലാസ്റ്റ് പേജിൽ ജിന്നസിഹർ വിഷയത്തിൽ ഖുർആൻ ഹദീസ് നിഷേധം ശബാബിൽ അതേ പദപ്രയോഗം വന്നു. അപ്പോൾ മുജാഹിദുകൾ എന്തു ചെയ്യും? ആളുകൾക്ക് വായിക്കാൻ വേണ്ടേ? അങ്ങനെ ദർശനം സപ്ലിമെന്റ് ഇറക്കാൻ തുടങ്ങി. അതിലൂടെ കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇറക്കുന്ന ദർശനത്തിന്റെ അതേ ഫോണ്ട് ഉപയോഗിച്ച് ഇക്കഴിഞ്ഞ പെരുന്നാളിനിതാ ഒരു ദർശനം ഇറക്കി. കണ്ടാൽ തോന്നും മുജാഹിദ് പ്രസ്ഥാനത്തിന് മാറ്റി നിർത്തിയ ആൾക്കാരെ ഇറക്കിടാൻ തോന്നും. അപ്പൊ എല്ലാവരും ഒന്ന് വായിച്ചോട്ടെ എന്ന് കരുതി അതേ രൂപത്തിൽ ഒരു ദർശനം എഴുതി. ആ ദർശനത്തിന്റെ അവസാനത്തെ പേജിൽ വളരെ കൃത്യമായ ഒരു കാര്യം പറഞ്ഞു. എന്താണ് ആ കാര്യമെന്നറിയുമോ? മടവൂർ വിഭാഗം എവിടെയാണ് എത്തിപ്പെട്ടിരിക്കുന്നത്? ഹദീസ് നിഷേധത്തിന്റെ പടുകുഴിയിലാണ് മടവൂർ വിഭാഗം എത്തിപ്പെട്ടത്. 2002 പിരിഞ്ഞുപോയ മടവൂർ വിഭാഗം ഹദീസ് നിഷേധത്തിന്റെ പടുകുഴിയിൽ എന്ന് എപിയും ടിപിയും ആശംസ അർപ്പിച്ചിരിക്കുന്നു. ഇതിന്റെ 2ാമത്തെ പേജിൽ എം മുഹമ്മദ് മദനി സെക്രട്ടറി KJU, AP അബ്ദുൽ ഖാദർ മൗലവി ജനറൽ സെക്രട്ടറി KNM ഇവർ ആശംസ അർപ്പിച്ച ദർശനത്തിന്റെ സമാപന പേജിൽ അവർ ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ള യുവജന വിഭാഗത്തിന്റെ സെക്രട്ടറി പറയുന്നു, മടവൂർ വിഭാഗം ഹദീസ് നിഷേധത്തിന്റെ പടുകുഴിയിലാണ്. ആ പടുകുഴിയിലുള്ള ആൾക്കാരെ പോയിട്ട് ആ കുഴിയിലേക്ക് കൈയിട്ടിട്ട് കയറിക്കോളി, ഞങ്ങളും കൂടി കൂടിത്തരാം,
കേട്ടാൻ പോലും അതിൽ കുടുങ്ങി. നിങ്ങൾ മിമ്പറിന്റെ മുകളിൽ കയറിക്കോളി, നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞോളി. അപ്പൊ കേന്ദ്രമെന്തിനെ? അപ്പൊ കേന്ദ്രമെന്തിനാ? പടുകുഴിയിലാണെന്ന് പെരുന്നാളിന് പറയുന്നു. ഹദീസ് നിഷേധത്തിന്റെ പടുകുഴിയിലാണ് 2002 പിരിഞ്ഞു പോയവരെന്ന് പെരുന്നാളിന് പറയുന്നു. എന്നിട്ടിപ്പോഴോ? അതുകൊണ്ട് സഹോദരങ്ങളെ, പെരുന്നാളിൽ പോലും അഭിപ്രായ വ്യത്യാസമുള്ളവർ, നോമ്പിന്റെ കാര്യത്തിൽ പോലും അഭിപ്രായ വ്യത്യാസമുള്ളവർ, സംസം വെള്ളത്തിന് രോഗശമനം എന്ന് പറയുന്ന മുഴുവൻ ഹദീസും ദുർബലമാണെന്ന് അബ്ദുസ്സലാം സുലഭി പറയുമ്പോൾ, ഇവിടെ ഉണ്ടാക്കിയ ഐക്യത്തിന്റെ പേരിൽ പാവപ്പെട്ട ചെറുപ്പക്കാരനെ മിമ്പറിന്റെ മുകളിൽ ഇറക്കിയിട്ട് മടവൂർ വിഭാഗത്തിന്റെ ജില്ലാ ഭാരവാഹിയെ മിമ്പറിന്റെ മുകളിലേക്ക് കയറ്റിയതിന്റെ ഭാഗമായി അടുത്ത നോമ്പിന് അടുത്ത ആഴ്ച അബ്ദുസ്സലാം സുലമിയോ അദ്ദേഹത്തെ അംഗീകരിക്കുന്ന ഗ്രൂപ്പുകാരിൽപ്പെട്ട ആള് കൈതേരി പള്ളിയിൽ വന്നാൽ നിങ്ങൾ കേൾക്കേണ്ടി വരും, സംസം വെള്ളത്തിന് പ്രത്യേകതയൊന്നുമില്ല. ഇത് പറയാനാണോ ആ പള്ളി ഉണ്ടാക്കിയത്? എങ്കിലറിയുക, ആ പള്ളിയെ ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ സലഫികൾ സ്വഹീഹായ ഹദീസ് വെച്ച് തെളിയിക്കും. സംസം വെള്ളത്തിന് രോഗശമനം എന്ന് പറയുന്ന ഹദീസുകൾ സ്വഹീഹാണ്. ആ സംസം വെള്ളം കുടിക്കണം, അതിന് പ്രത്യേകതയുണ്ട്. ജപ്പാനിൽ നിന്നുള്ള മുസ്ലിങ്ങളല്ലാത്ത ശാസ്ത്രജ്ഞന്മാർ പഠനം നടത്തിയ റിപ്പോർട്ട് കേരളത്തിലെ ദേശീയ പത്രം മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തു. സലാം സുല്ലമിക്ക് ആ മുസ്ലിം പറയുന്നെങ്കിലും ഒന്ന് കേൾക്കാമായിരുന്നു, എന്നിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു ഈ തള്ളിപ്പറയൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് ആദർശപരമായ വിഷയമാണ്. വിചാരിക്കേണ്ടതില്ല. വിയർപ്പ് തുള്ളികൾ കൊണ്ട്, പ്രാർത്ഥനകൾ കൊണ്ട്, സഹകരണങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്തൊരു മസ്ജിദിനെ 10 കൊല്ലം ഹദീസ് നിഷേധത്തിന്റെ പടുകുടിയിലേക്ക് പോയ ആളുകളുടെ വക്താവിന് മിമ്പർ കൊടുത്തെങ്കിൽ എല്ലാ സ്ഥലത്തും സലഫികൾ ഉണ്ടാകും. അവർക്കൊരു പക്ഷേ ഇതേപോലെ ഒരു ക്യാമ്പ് നടത്താൻ ഒരുപക്ഷെ പള്ളി ഹാളും മദ്രസ ഹാളും തൽക്കാലം കിട്ടിയില്ലെന്ന് വരും. എങ്കിലറിയുക, ഞങ്ങൾക്ക് വീടുകളുണ്ട്, വീടുകൾക്ക് മുറ്റങ്ങളുണ്ട്, ഞങ്ങൾക്ക് പെർമിഷൻ കിട്ടുന്ന റോഡ് സൈഡുകളുണ്ട്, ഞങ്ങൾക്ക് സ്ഥലം തരാനുള്ള അമുസ്ലിങ്ങളോ മറ്റോ ആയ ആളുകളുണ്ട്. അവിടെ ഇവിടുത്തെ അധികാരികളുടെ പെർമിഷനോടുകൂടി അധികൃതമായി സ്വകാര്യങ്ങളില്ല, സത്യം വിളിച്ചു പറയാൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. നിങ്ങൾക്ക് നേതൃത്വമുണ്ടോ എന്ന് ചിലർ ചോദിക്കുന്നു. അതെ, ഈ പുറത്താക്കിയ സന്ദർഭത്തിൽ പറഞ്ഞവരോ ഇവർക്കൊക്കെ പ്രസിഡന്റ് സെക്രട്ടറി ആണുള്ള പരിപാടിയാണെന്ന് പറഞ്ഞു. കാത്തുനിന്ന് 1 മാസം കഴിഞ്ഞിട്ട് പ്രസിഡന്റ് സെക്രട്ടറി ഇല്ല, 2 മാസം 3 മാസം 6 മാസം ഒരു കൊല്ലാവാറായി പ്രസിഡന്റ് സെക്രട്ടറി ഇല്ല. അപ്പൊ പറഞ്ഞു എന്താ അങ്ങനെ സംഘടന ഉണ്ടാക്കാത്തത്? അപ്പൊ അങ്ങനെയായി. എന്ത് ചെയ്താലും കുറ്റം. ആദ്യം പറഞ്ഞു ഇവരിപ്പ സംഘടന ഉണ്ടാക്കും, സീസണിൽ പ്രസിഡന്റായുള്ള പരിപാടിയാ, സെക്രട്ടറി സെക്രട്ടറിയായുള്ള പരിപാടിയാ, കണ്ടോളി. എവിടെ? ഇല്ലല്ലോ, ഒരു ദാവത്തുമായിട്ട് പോയതാണല്ലോ. ഈ പ്രശ്നം കത്തി നിൽക്കുമ്പോ കോഴിക്കോടിന്റെ മിരിവാറിൽ വന്നുകൊണ്ട് നൗഷാദ് അഹ്സനി ഈ സന്ദർഭം മുതലെടുത്തുകൊണ്ട് പറഞ്ഞു, കോഴിക്കോട്ടെ മുസ്ലിങ്ങളോട് നിങ്ങൾ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ പുറത്താകാതെ നിൽക്കുന്ന കുറെ ആൾക്കാർ സിഡി ടവർക്ക് കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടല്ലോ, അവർക്കൊന്നും മറുപടി പറയാൻ സമയമല്ല. പുറത്താക്കിയ ആള് പറഞ്ഞ് അഹ്സനി പൂതി മനസ്സിൽ നിന്നോട്ടെ, ആയത്തോതി ഹദീസോതി കോഴിക്കോടിന്റെ തിരുമാറിൽ വെച്ച് മറുപടി കൊടുത്തു, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പറ്റില്ല. വീണ്ടും മലപ്പുറത്തെ ടൗൺ ഹാളിൽ പേരോടും അതുപോലെ തന്നെ കാന്തപുരവും ഒന്നിച്ചിറങ്ങി. എന്നിട്ട് പറഞ്ഞു, ജനങ്ങളെ വൈദീശയെ വിളിച്ചോളൂ, ബദരീങ്ങളെ വിളിച്ചോളൂ. മലപ്പുറം ജില്ലേന AP അബ്ദുൽ ഖാദർ മൗലവിയും അതേപോലെ തന്നെ അബ്ദുറഹ്മാൻ സലഫിയും ഒക്കെ CD ടവറിലേക്ക് വരുന്നത്. കാറൊന്നും മലപ്പുറത്തേക്ക് തിരിക്കാൻ അവർക്ക് സമയം കിട്ടിയില്ല. കാരണം ഇവിടെ പുറത്താക്കുക ലിസ്റ്റ് റെഡിയായി നിൽക്കുക, ഒപ്പിടേണ്ടതുണ്ട്. ആ ഒപ്പിടുന്ന തിരക്കില് അവർക്ക് മറുപടി സമയമില്ല. ആ മലപ്പുറത്തിന്റെ പെരുമാറിൽ എവിടെയാണോ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് പേരോടും കാന്തപുരവും പ്രസംഗിച്ചത്, അതേ വേദിയിൽ പോയി പാടില്ല ആയത്തോതി ഖുൽ ഇന്നമാ അദഉ റബ്ബി, മുഹമ്മദ് നബിയെ പറയുക, ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, അവനോടൊപ്പം ഞാൻ ആരെയും വിളിച്ചു പ്രാർത്ഥിക്കില്ലെന്ന് റസൂലുള്ളാഹിയോട് പറയാൻ പറഞ്ഞ ആയത്തുദ്ധരിച്ചുകൊണ്ട് മറുപടി കൊടുത്തു.
അതേ സഹോദരങ്ങളെ, ഈ നമ്മുടെ നാട്ടിന്റെ വിവിധ പ്രദേശങ്ങളിൽ നമുക്കറിയാം, ഈ അടുത്ത മാസത്തിൽ നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ കണ്ണവം, ആ പ്രദേശത്ത് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ നടന്ന പടയോട്ടത്തിന്റെ ഭാഗമാണല്ലോ അങ്ങാടിയുടെ ഹൃദയഭാഗത്ത് നമ്മുടെ ഹൃദയങ്ങൾക്ക് ആനന്ദം നൽകുന്ന തരത്തിൽ ഒരു സലഫി മസ്ജിദ് ഉണ്ടായത്. അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും അല്ലാഹു സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ കണ്ണവത്തിന്റെ മണ്ണിൽ ഇല്ല അല്ലാഹു അല്ലാത്ത ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്, കണ്ണവം മഖാമിലെ ശൈഖിനെ വിളിച്ചു പോകല്ലേ എന്ന് പറയാൻ ആള് വരികയാണ്. ബഹുമാന്യനായ ഹുസൈൻ സലഫി കൂടി പങ്കെടുത്തുകൊണ്ടുള്ള പരിപാടി, അതിന്റെ ഒരുക്കത്തിലാണ് നമ്മൾ. അപ്പം വിളിക്കുന്നു, ജിന്നിനെ വിളിക്കുന്നവൻ അത പോകുന്നു, ജിന്നിനോട് തൊഴുവൻ അത പോകുന്നു. ആരാ പോകുന്നത്? സഹോദര, ഒരാൾ നമ്മ നായേ എന്ന് വിളിച്ചാൽ, എടാ നീ എന്തൊരു വർത്താനം പറഞ്ഞു, നായെന്ന് വിളിച്ചോ? ജിയെ വളരെ മോശം, ഞാനൊരു മനുഷ്യനല്ലേ, അല്ലേ, അങ്ങനെ വിളിക്കാൻ പാടില്ലല്ലേ. എന്നാൽ ജിന്നെന്ന് വിളിച്ചാലോ? അല്ലാണ്ട് വേറൊരു പടപ്പല്ലേ ജിന്ന്. അപ്പൊ വേറൊരു പടപ്പിന്റെ പേര് മനുഷ്യനെ വിളിക്കാൻ പറ്റുമോ? ഇല്ല. എന്നാൽ ഈ പച്ച വിവരക്കേട് ആദ്യം നടത്തിയത് ആരെന്നറിയോ? സംസ്ഥാന പ്രസിഡന്റ് ഹുസൈൻ സലഫി ചോദിച്ചു അങ്ങ് തൃശ്ശൂരിൽ വെച്ച് നടന്ന പരിപാടിയിൽ വെച്ച് ചോദിച്ചു, ബഹുമാന്യനായ TP, മനുഷ്യനെ ജിന്ന് എന്ന് വിളിക്കുന്നതിന്റെ ഹുക്കുമെന്താ പറഞ്ഞു തരണം. പറയാൻ സാധിച്ചോ? ഇല്ലല്ലോ. അപ്പൊ സഹോദരങ്ങളെ, നേതൃത്വത്തെ ആദരിക്കണം, ബഹുമാനിക്കണം, ഖുർആനിനും ഹദീസിനും അനുസരിച്ച് പറയുന്നിടത്തോളം. ഇല്ലെങ്കിൽ എന്താ, ഇപ്പോഴുള്ള യുവാക്കളും വിദ്യാർത്ഥികളും ഒക്കെ ധിക്കാരികളാണത്രേ. എന്താ ധിക്കാരം എന്നറിയോ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ളൊരു ചർച്ച നടന്നു. എന്നിട്ട് TP അതൊക്കെ അതിന് പ്രസംഗിച്ചു. അപ്പോ ഈ പറഞ്ഞ യുവാക്കളിലും വിദ്യാർത്ഥികളിലും പെട്ട ആൾക്കാർ നേരെ TP ഇരിക്കുന്ന ചേംബറിലേക്ക് ചെന്നു. അല്ല സാർ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമോ ഇല്ലേ എന്ന ചർച്ച നടന്നത് എന്നാ? ഏത് പരിപാടിയിലാ? ആരാ അവതരിപ്പിച്ചത്? ഇവർക്കൊന്നും പറയാനില്ലല്ലോ. കുട്ടികൾ ധിക്കാരികൾ എന്ന് ചോദ്യം ചെയ്യുന്നു. ഈ ചോദ്യം ചോദിക്കും മുജാഹിദുകള്. അപ്പൊ അത് ചോദിക്കാൻ പാടില്ലാത്ത അനുസരണമാ. ആ അനുസരണം മുജാഹിദ് പ്രസ്ഥാനത്ത് കിട്ടൂല. പക്ഷെ ഈ ചോദ്യം ചോദിച്ചപ്പോ സാറിനാ വിളിച്ചത്, ആദരിച്ചാ ചോദിച്ചത്. സാർ പറയൂ, എവിടെയാണ് ആ ചർച്ച? ഞങ്ങൾക്കറിയണം. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഇക്കൂട്ടത്തിൽ ആരാ പറഞ്ഞത്? നിങ്ങൾ വേണ്ട, ഞങ്ങൾ കൈകാര്യം ചെയ്യും. തളിപ്പറമ്പിൽ CP സലീമിന്റെ മിമ്പറിന്റെ മോൾ നടക്കണം. കത്തോട് കത്ത്, വരവോട് വരവ്, കേസോട് കേസ്. തളിപ്പറമ്പിലെ ജനങ്ങൾ പറഞ്ഞു, നിങ്ങൾ കത്തുമായിട്ട് വരണ്ട. CP സലീം ഖുർആനും ഹദീസിനും അതിൽ എന്ന് പറഞ്ഞോ അന്ന് ഞങ്ങൾ ഇറക്കും. നിങ്ങൾ വരണ്ട, നിങ്ങൾ അവിടെ നിന്നാ മതി. പിന്നെ നിങ്ങളെ പൊളിറ്റിക്സിന് അതിറക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. അതാണ് മുജാഹിദുകൾ, അഥവാ ആദർശപ്രധാനം. ആദർശം ഖുർആനും ഹദീസും എന്ന് പറയുന്നു. അതാണ് KM മൗലവി ആദ്യ കാലഘട്ടത്തിൽ തന്നെ എഴുതി തന്നൊരു പ്രതിജ്ഞാവാചകമുണ്ട്. എന്താണത്? ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിച്ചു കൊള്ളാമെന്നും നേതാവ് ദീനിനെതിരെ പറയാത്തിടത്തോളം കാലം അനുസരിച്ചു കൊള്ളാമെന്നും ആ പ്രതിജ്ഞാവാചകം തിരിച്ചുകൊണ്ടുവരണം. ആ കാലഘട്ടമായിരിക്കുന്നു. അവിടെയാണ് സഹോദരങ്ങളെ, ഒരു വലിയ രാഷ്ട്രീയ നേതാവ് ഈ അടുത്ത ദിവസം പറഞ്ഞു, ഇവർ ലയിച്ചിട്ടൊന്നും കാര്യമില്ല, ഇവർ ഈ ജിന്നി എന്ന് പറഞ്ഞ് പെരിസൂർ കൂട്ടരല്ലേ, അവരാ കൂടുതൽ. മൂപ്പർക്ക് അങ്ങനെ മനസ്സിലായില്ലേ? അതുകൊണ്ട് ലയിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, ഇവർ ജിന്നി എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന, അദ്ദേഹം പറഞ്ഞങ്ങനെ പരിഹസിക്കുന്ന ആളുകളാണ് കൂടുതൽ. ഇവിടെ കൂടുതലും കുറവൊന്നും നമുക്ക് പ്രശ്നമല്ല. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, ആദർശമാണ് പ്രധാനം. ജിന്നും സിഹറും എന്ന് പറയുന്നത് കൊണ്ടുവന്ന ഒരു തുരുപ്പ് ശീട്ട് മാത്രമാണ്, അതൊരായുധം മാത്രമാണ്. ചില ലക്ഷ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആയുധങ്ങൾ. ജിന്നുമായും സിഹറുമായും ബന്ധപ്പെട്ട് എന്താണ് ഖുർആനും ഹദീസും പറയുന്നത്? അതിലൊരു വ്യത്യാസവും നമുക്കില്ല. സിഹർ ചെയ്യൽ കുഫറാണ്, ചെയ്യിപ്പിക്കൽ കുഫറാണ്, പകരം ചെയ്യൽ കുഫറാണ്. സിഹറുമായി ബന്ധപ്പെട്ട ഒരു മേഖലയും നമുക്ക് പാടില്ല. ഇതാണ് ഇസ്ലാമിന്റെ നിലപാട്. എന്നാൽ സിഹർ തന്നെ ഇല്ല എന്ന് പറയലും കുഫറാണ്. സിഹർ എന്നുള്ളൊരു പരിപാടി തന്നെ ഇല്ല എന്നും പറയരുത്. ഖുർആനും പറഞ്ഞതാണ്, ഹദീസ് പറഞ്ഞതാണ്. മൗലാന മൗദൂദി സാഹിബ് പോലും, മൗലാന മൗദൂദി സാഹിബിന്റെ തഫ്സീറുൽ ഖുർആൻ നിങ്ങൾ എടുക്കൂ. സൂറത്തുൽ ഫലക്കിന്റെ വ്യാഖ്യാനത്തിൽ കൃത്യമായി സിഹർ സമർത്ഥിക്കുന്നു. 2-ാം അധ്യായം സൂറത്ത് ബഖറയിലെ
സൂറത്ത് ബഖറയിലെ 102-ാമത്തെ ആയത്തിൽ മൗലവി സാഹിബ് പറയുന്നു, തോക്കിൽ നിന്ന് വരുന്ന ഉണ്ടയും വിമാനത്തിൽ നിന്ന് വീഴുന്ന ബോംബും അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി അല്ലാതെ ഫലിക്കുകയില്ല എന്ന പോലെ അള്ളാഹിന്റെ അനുമതിയോടുകൂടി മാത്രമേ സിഹർ ഫലിക്കുകയുള്ളൂ. മൗലാന മൗദൂദി സാഹിബിന്റെ അഭിപ്രായവും സിഹർ ഫലിക്കുമെന്നാണ്. അപ്പോൾ ആ വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് പുതിയൊരു അഭിപ്രായമില്ല. അങ്ങനെ സിഹർ എന്ന പരീക്ഷണം വന്നെന്ന് തോന്നിയാൽ ജാറത്ത് പോകരുത്, ജാറത്ത് പോകാൻ പാടില്ല. പണിക്കരെടുത്തും തങ്ങളെടുത്തും പകരം സിഹർ ചെയ്യിപ്പിക്കാനും പോകരുത്, നരകത്ത് പോകും. അതിന് ചെയ്യേണ്ടത് റസൂലുള്ളാഹി പഠിപ്പിച്ചതുപോലെ ഹദീസിൽ വന്നതുപോലെ പടച്ചവരോട് പ്രാർത്ഥിക്കലാണ്. റസൂലുള്ളാഹിക്ക് സിഹർ ഫലിച്ചു എന്നത് റസൂലുള്ളാഹിയുടെ അയോഗ്യതയല്ല, അള്ളാഹുവിന്റെ നടപടിക്രമമാണ്. അങ്ങനെ സിഹർ ഫലിക്കുകയും 2 മലക്കുകൾ അയച്ചു കൊടുക്കുകയും ആ മലക്കുകൾ തമ്മിലുള്ള സംസാരത്തിൽ റസൂലുള്ളാഹിക്ക് ആ കാര്യം മനസ്സിലാവുകയും അങ്ങനെ ഒരു നടപടിക്രമം അള്ളാഹു ഉണ്ടാക്കിയത്. എന്റെ ഉമ്മത്തിന് സിഹറാകുന്ന ഒരു പരീക്ഷണം വന്നാൽ അവർ അന്ധവിശ്വാസത്തിലേക്ക് പോകരുത്, സാഹിറന്മാരെ പിന്നാലെ പോകരുത്. അതിനുവേണ്ടിയാണ് അടിഞ്ഞിലത്ത് സമ്മേളനം നടക്കുമ്പോൾ സമ്മേളനത്തിന്റെ 1-ാമത്തെ ദിവസം, ആ സമ്മേളനത്തിന്റെ ഉദ്ഘാടന ദിവസം ഡോക്ടർ സാക്കിർ നായിക് വന്നു. ഡോക്ടർ സാക്കിർ നായിക്കിനോടുള്ള ചോദ്യങ്ങളിൽ ഒന്ന്, സിഹറുമായി ബന്ധപ്പെട്ട പ്രയാസം ഉണ്ടായാൽ എന്താ ചെയ്യാം? അപ്പൊ ആൾക്കാർ വിചാരിച്ചത്, നിങ്ങൾ എന്ത് ചോദ്യമായി ചോദിച്ചത്? സിഹർ ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അന്ധവിശ്വാസമാണ് മൂപ്പര് മറുപടി പറയുന്ന. സാക്കിർ നായിക്ക് പറഞ്ഞു, അങ്ങനെ വല്ലതും ഉണ്ടായാൽ അതിന്റെ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് പോകണമെന്ന്. സിഹർ വലിച്ചാൽ അതിനൊക്കെ ഓതിക്കൊടുക്കുക, സ്പെഷ്യലിസ്റ്റ് എടുത്ത് പോകണം, എന്നാൽ അന്ധവിശ്വാസത്തിലെടുത്ത് പോകാനും പാടില്ല. അപ്പോഴാണ് കേരളത്തിലൊരു ഉന്നത രാഷ്ട്രീയത വിളിച്ചു പറഞ്ഞു, ഈ ജിന്നും സിഹറൊക്കെ ഉണ്ട് എന്നുള്ളത് ഡോക്ടർ സാക്കിർ നായിക്കിനെ പോലുള്ള വിവരമുള്ള ആൾക്കാർക്കൊക്കെ അറിയല്ലേ, അപ്പൊ അവരൊക്കെ ഇത് വിശ്വസിക്കുന്ന ആളാണല്ലേ. മൂപ്പർക്ക് അപ്പഴാ ഉറക്കഴിഞ്ഞ് മനസ്സിലായില്ലേ? പഠിക്കാത്തതിന്റെ ശത്രുവായിരിക്കും നമ്മൾ, അതുകൊണ്ട് പഠിക്കുക. ഡോക്ടർ സാക്കിർ നായിക്ക് ഇത് പറഞ്ഞപ്പോ അത്രയും സലഫി പറഞ്ഞോ വേറെ വേദി നോക്കാന്ന് പറഞ്ഞോ? പറഞ്ഞില്ല, കാരണം പറഞ്ഞാൽ കുടുങ്ങും. മനസ്സിലായില്ലേ? പറഞ്ഞില്ലല്ലോ. അപ്പോ സഹോദരങ്ങളെ, ഇതാണ് വിഷയം. അതുകൊണ്ട് പഠിക്കുക, മനസ്സിലാക്കുക. ജിന്നോ സീറോ എന്ന് നടക്കേണ്ട കാര്യം നമുക്കില്ല. അങ്ങനെ ഒരു പരീക്ഷണം വന്നാൽ എന്താ ചെയ്യേണ്ടത്? അത് ഖുർആനിലും ഹദീസിലും ഉണ്ട്. അതിൽ അന്ധവിശ്വാസത്തിലേക്ക് പോകാൻ പാടില്ല, നിഷേധിക്കരുത്. അത്രയേ നമ്മൾ പറഞ്ഞുള്ളൂ. നമുക്ക് കൂടുതൽ ആൾക്കാർക്കൊന്നും പരിചയമില്ലാത്തൊരു ഹദീസ് ഞാൻ പറയും. ബുഖാരിയിൽ വന്നതാ. ഇസ്ലാമിക ജീവിതം എന്ന് പറയുന്ന പുസ്തകം വീട്ടിലുണ്ടെങ്കിൽ, മുഹമ്മദ് അമാനി മൗലവിയുടെ ഇസ്ലാമിക ജീവിതം എന്ന് പറയുന്ന പുസ്തകം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ, ആ പുസ്തകത്തിൽ നമുക്ക് ആ ഹദീസ് കാണാൻ പറ്റും. എന്താണ്? മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, മഗ്രിബിന്റെ സന്ദർഭത്തിൽ നിങ്ങൾ കുട്ടികളെ പുറത്തുവിടാൻ പാടില്ല, വാതിലടക്കണം എന്ന ഒരു ഹദീസ്, ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് മുഹമ്മദ് അമാനി മൗലവിയുടെ ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഈ പറഞ്ഞിരിക്കുന്ന ഹദീസ് നമുക്ക് പരിചയമില്ല എന്നതുകൊണ്ട് ഇത് അന്ധവിശ്വാസം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്നാൽ അഴിഞ്ഞിലം സമ്മേളനത്തിന്റെ സോവനിയറിൽ പെട്ടിക്കോളത്തിൽ കൊടുത്തിരിക്കുന്നു, മഗ്രിബിന്റെ സമയത്ത് കുട്ടികളെ പുറത്തുവിടാൻ പാടില്ല, വാതിലടക്കണമെന്നൊക്കെ മൗലവി തട്ടിവിട്ടു. മൗലവി തട്ടിവിട്ടതല്ല, റസൂലുള്ള പറഞ്ഞതാ, കാല റസൂലുള്ളയാ. അപ്പോൾ ഹദീസ് നിഷേധത്തിന്റെ ബാധ അടിഞ്ഞിലം സമ്മേളനത്തിന്റെ സോവനിയറിൽ ഈ കൂടിയിരിക്കുന്ന നിങ്ങൾക്കാർക്കെങ്കിലും ഇങ്ങനൊരു ഹദീസ് ഉണ്ടോ? മഗ്രിബിന്റെ സമയത്ത് വാതിലടക്കണമെന്ന് കുട്ടികളെ അതൊന്നും ഇല്ലാന്നാണല്ലോ നമ്മൾ വിചാരിച്ചത്. നമ്മളെ വിവരക്കേട്. മുഹമ്മദ് അമാനി മൗലവിയുടെ ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകത്തിൽ വന്നു എന്നതുകൊണ്ട് സ്വീകരിക്കണ്ട. ബുഖാരി ഹദീസ. അപ്പൊ ബുഖാരി അന്ധവിശ്വാസിയാ? അപ്പൊ നമുക്കറിയാത്തതിന്റെ ശത്രുവായിരിക്കും നമ്മൾ. നമുക്കറിയാത്ത എന്തൊക്കെ ഉണ്ട് നാട്ടില്, അല്ലേ? എൻ്റെ ഒരു പ്രിയപ്പെട്ട രക്തബന്ധു എൻ്റെ നാട്ടിലൊരു പരിപാടി നടന്ന പ്രസംഗം മുഴുവൻ കേട്ടു. മൂപ്പർക്ക് ശരിക്കും മനസ്സിലായി അല്ലല്ലാത്ത ആരെയും വിളിക്കാൻ ഒരു മാർഗമില്ല. അപ്പോ ഞാൻ ഒരാൾക്കൊണ്ട് ചോദിപ്പിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു പ്രസംഗം? അദ്ദേഹം പറഞ്ഞു, ഞാൻ മദ്രസ പഠിച്ചതിനെതിരാ, എനിക്കൊന്നും കേൾക്കണ്ട, പഠിച്ച തമ്പുരാനെ. മൂപ്പര് മദ്രസ പഠിച്ചതാണ് അത്ര ദീന്. മദ്രസയില് 5ാം ക്ലാസ് വരെ എന്തൊക്കെ പഠിപ്പിക്കാൻ കഴിയും? അപ്പൊ സംഗതി കേട്ടുമൊക്കെ ശരിയാണ്, പക്ഷെ എനിക്ക് വേണ്ട. ഞാൻ മദ്രസ പഠിച്ചതിനെതിരാണ്. മദ്രസ പഠിച്ചത് സമസ്തയിലാണ്. ആ മദ്രസയിലും അല്ലല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥന എപ്പോഴും ഇല്ല. സിലബസിൽ ഇല്ലാത്ത മൗലിദിലുണ്ട് മാത്രം, സിലബസിൽ മൗലിദില്ലല്ലോ. അപ്പൊ സഹോദരങ്ങളെ, ഇങ്ങനെ കാര്യങ്ങൾ വ്യക്തമാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. ചിലരെങ്കിലും
സ്വകാര്യ സംഭാഷണങ്ങളും മറ്റും വല്ലാത്ത വിഷമായി പോയില്ലേ, കഷ്ടമായി പോയില്ലേ, ആകെ പ്രശ്നമല്ലേ എന്ന് പറയുന്നുണ്ട്. പ്രശ്നം ഉണ്ടാകും. പ്രശ്നം ഒരു പരീക്ഷണാണ്. ഞാനുങ്ങൾ ഉണ്ടാക്കിയതാണോ? നമ്മൾ ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചോളി. ഈ പ്രശ്നം ഉണ്ടാക്കിയ ആളുകളുണ്ടല്ലോ, അവരെ സമൂഹത്തിന്റെ മുമ്പിൽ പടച്ചവരെ ഒന്ന് തിരിച്ചറിയിപ്പിക്കണേ എന്നെങ്കിലും പ്രാർത്ഥിച്ചോളൂ. അത് പറയാനുള്ള ധൈര്യം നമുക്കേ ഉള്ളൂ. ഈ കോലാഹലവും ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങൾക്കും കാരണക്കാരായവരെ സമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണേ എന്ന് ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചോളൂ. ഒരു പ്രശ്നവുമില്ല അല്ലേ? തൗഹീദ് നന്നായി പറഞ്ഞവരൊക്കെ പുറത്ത്, ക്ഷേത്രമുറ്റത്ത് പോയി തൗഹീദ് പറയുന്നതിന്റെ സഹോദരൻ പുറത്തു, ജിന്നിനോട് തീർന്ന ആൾ. ആരെ? ഗോപാലേട്ടാ, ലക്ഷ്മി ചേച്ചി, വിഗ്രഹത്തെ ആരാധിക്കല്ലേ, പടച്ചോനെ ആരാധിക്കേണ്ടത്. അറിഞ്ഞപ്പോ കത്ത് നിങ്ങളെ പുറത്താക്കിയിരിക്കുന്നു. നാടായ നാടൊക്കെ പോയി പ്രസിഡന്റും സെക്രട്ടറി എന്താണെന്നും കൂടി അറിയാത്ത പാവപ്പെട്ട ഹുസൈൻ സലഫി ഇവിടെ പ്രസംഗം, അയ്യോ അവിടെ പ്രസംഗം, പുറത്ത് 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 ജിന്നിന്റെ ആള് പുറത്ത് അല്ലേ, എല്ലാവരും പുറത്ത്. ഇപ്പൊ പുറത്ത് ഭയങ്കര തിരക്കാ, അകത്ത ആളില്ല. പുറത്ത് നിൽക്കാൻ സ്ഥലമല്ല. ഫൈസൽ ഒന്നും അങ്ങോട്ട് സെൽഫി, ഇവിടെ നിൽക്കാൻ സ്ഥലമല്ല, ഒരു കമ്പിയെങ്കിലും പിടിക്കട്ടെ പറഞ്ഞിട്ട് വണ്ടി പോവുകയാണ്. അകത്ത് ഭയങ്കര വിശാലമായ ഹാള് വെറുതെ കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസം KNM എക്സിക്യൂട്ടീവ് കൂടി 100 കണക്കിന് ആൾക്കാരെ സസ്പെൻഡ് ചെയ്തു. മീറ്റിംഗ് കൂടി എന്തിനാ പുറത്താക്കാൻ? ഇങ്ങനെ ഒരു KNM. ബഹുമാന്യനായ പിന്നോട് പറഞ്ഞു മുമ്പ്, നമ്മൾ അകത്താക്കുന്ന പ്രസ്ഥാന പുറത്താക്കുന്ന പ്രസ്ഥാനമല്ലാന്ന്. പേപ്പിക്ക് എന്താ പറയാനുള്ളത്? ഒപ്പിട്ട് കൈ വയ്യ, എന്തേ പുറത്താക്കി 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 പുറത്താക്കി, ഇതെന്നെ പരിപാടി, പുറത്താക്കൽ പ്രസ്ഥാനം അല്ലേ? കേരള നടപടിയെടുക്കൽ മൂവ്മെന്റ് എന്ന് KNM ഫുൾ ഫോം പോലും മാറ്റി എഴുതേണ്ട അവസ്ഥ വന്നില്ലേ? ഇവിടെ ഇത് കണ്ട് പകച്ചു നിൽക്കുന്നവരല്ല യഥാർത്ഥ മുജാഹിദുകൾ. അവർ ദൗത്യ നിർവഹണ രംഗത്ത് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് കൈതേരിയിൽ എന്തായിരുന്നു മനസ്സിലിരിപ്പ് എന്നത് കൈതേരിയിൽ വ്യക്തമായി. അതാണ് കൈതേരിയുടെ പ്രത്യേകത. എന്തിനാ പുറത്താക്കിയത് മനസ്സിലായില്ലേ? ഐക്യത്തെ എതിർക്കുന്നവരൊക്കെ പുറത്തുക്കണം. യഥാർത്ഥത്തിൽ ഹുസൈൻ സലഫി ഐക്യത്തെ എതിർക്കുന്നില്ല, മുജാഹിദ് ബാലുശ്ശേരി എതിർക്കുന്നില്ല, അബ്ദുൽ മദനി എതിർക്കുന്നില്ല, അബ്ദുൽ സുന്നമി എതിർക്കുന്നില്ല, TK അഷ്റഫ് എതിർക്കുന്നില്ല, താജുദ്ദീൻ എതിർക്കുന്നില്ല. അവർ പറയുന്നത് ഐക്യം വേണ്ടത് പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ തീർന്നുകൊണ്ടാകണം. ഒരു ഐക്യം വന്നു. ഒരു ദിവസം ഒരു ഖത്തീബ് പറഞ്ഞു, സംസം വെള്ളത്തിന് പ്രാധാന്യം എന്ന് പറയുന്ന മുഴുവൻ ഹദീസും ദുർബലം. പിറ്റേന്ന് അതേ പ്രസ്ഥാനത്തിൽപ്പെട്ട ആൾ മറുപടി, കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ശരിയല്ല എന്ന് അടുത്ത ആൾ മറുപടി. അങ്ങനെ ഉണ്ടാവരുത്. അതുകൊണ്ട് പ്രശ്നം തീർത്തിട്ട് ഐക്യം വേണം എന്നേ അവർ പറഞ്ഞുള്ളൂ. അങ്ങനെ പറഞ്ഞവരൊക്കെ പുറത്താക്കി. എന്തിനായിരുന്നു ഇപ്പൊ മനസ്സിലായി? കൈതേരിയിലെ ഐക്യത്തോടുകൂടി മനസ്സിലായി. അപ്പോ സഹോദരങ്ങളെ, കൈതേരിയിൽ ഈ ക്രൂരപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തവർ മറുപടി പറയണം. എന്താണ് രണ്ട് ചിന്താധാരകളെന്ന് മടവൂർ സാഹിബ് പറഞ്ഞ ചിന്താധാര ഇപ്പോൾ ഒന്നായോ എന്നവർ മറുപടി പറയേണ്ടി വരും. കാലഘട്ടം ആ ചോദ്യം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അങ്ങ് ഇരിക്കൂറിൽ, ഈ ജില്ലയുടെ അങ്ങേയറ്റത്ത് ഇരിക്കൂറിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ മുമ്പ് പ്രശ്നമുണ്ടായപ്പോൾ 3 ഖുതുബകൾ വീതം മടവൂർ വിഭാഗവും KNM പങ്കിട്ട് വരികയായിരുന്നു. പിന്നീടാണ് ഉള്ളിൽ പ്രശ്നം വന്നത്. അപ്പോൾ ആ KNMനുള്ള 3 ഖുതുബകൾ പകരം നിശ്ചയിച്ച അഡ്ഹോ കമ്മിറ്റിക്ക് വേണമെന്ന് പറയുകയും നിലവിലുള്ള കമ്മിറ്റിക്ക് പുറത്താക്കാൻ ശ്രമിക്കുകയും ചെയ്തു. നിലവിലുള്ള കമ്മിറ്റി സ്വാഭാവികമായും നിയമ നടപടികളുമായി മുന്നോട്ട് പോയി. ആ സന്ദർഭത്തിലാണ് ജില്ലയുടെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ ആളുകളെ കൊണ്ടുവന്ന് പള്ളി പൂട്ടിച്ചു. 10 ജുമാകൾ നഷ്ടപ്പെട്ടു. 2.5 മാസക്കാലം പള്ളി അടഞ്ഞു കിടന്നു, പൂപ്പല് പിടിച്ചു കിടന്നു. സഹോദരങ്ങളെ, എന്താണ് RDO കോടതിയുടെ വിധി? മടവൂർ വിഭാഗത്തിന്റെ 3 ക്യാൻസൽഡ്. അഡ്ഹോക്കിനും ഇല്ല, നേരത്തെയുള്ള ഇപ്പോഴുള്ള പുറത്താക്കിയവരെ കമ്മിറ്റി പള്ളി മുഴുവൻ നടത്തിക്കൊള്ളുക. ലെറ്റർ പേഡും ഇല്ല, സീലും ഇല്ല. പക്ഷെ കോടതി പറഞ്ഞു നിങ്ങൾക്കുള്ളതാണ് പള്ളിന്ന്. കോടതിനോട് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. മടവൂർ വിഭാഗത്തിന്റെ 3 പോയി. ഒരു കക്ഷി പറഞ്ഞപ്പോ നിങ്ങളുടെ വാക്കോടെ കേൾക്കേണ്ടത്, കോടതിയുടെ വാക്ക് തന്നെ അങ്ങനത്തെ ഒരു വർത്താനം തന്നെ അല്ല എന്നാണ്. നിങ്ങൾക്കില്ല. അവരെ 3 പോയി, അവകാശവാദവുമായ ആൾക്കാരെ 3 പോയി. മുഴുവനും ഇപ്പോൾ പുറത്താക്കിയ ആൾക്കാരെ നിലവിലുള്ള കമ്മിറ്റി പള്ളി നടത്തിക്കോളൂ എന്നാ കോടതി പറഞ്ഞത്. അപ്പോ ഈ ലെറ്റർ പേരിലും സീലിനും അപ്പുറത്തൊരു പടച്ചോനുണ്ട് എന്ന് മറന്നു പോകരുത്. മനസ്സിലായില്ലേ? ചില ആൾക്കാർ എങ്ങനെയാ സംഗതി നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണ്. നാട്ടിലിപ്പോ നമ്മൾ പുറത്തായി പോയ കമ്മിറ്റിയിലൊന്നും ഇല്ലെങ്കിൽ മോശമല്ലേ? അപ്പൊ ഈ കമ്മിറ്റിയിൽ ഉണ്ടാനായി ജനിച്ചത്? കമ്മിറ്റിയിൽ നിൽക്കാനാ ജനിച്ചത് അതോ സത്യത്തിൽ നിൽക്കാനോ? അതൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ അടുത്ത 25-ാം തീയതി
കൽപ്പറ്റയിൽ വെച്ച് QHLS-ന്റെ സംസ്ഥാന സംഗമം നടക്കുകയാണ്. നേരത്തെ നമ്മൾ നിശ്ചയിച്ച ഹാളും പരിസരവും പോരാ എന്ന് വന്നപ്പോൾ നമ്മൾ പ്രത്യേകമായ ഒരു നഗരി തന്നെ തയ്യാറാക്കേണ്ടി വന്നു. നാടിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ബുക്ക് ചെയ്ത വാഹനങ്ങളുടെ എണ്ണം വന്നപ്പോൾ ഒരിക്കലും നേരത്തെയുള്ള സ്ഥലത്ത് നമ്മൾ കൊള്ളുകയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് കൽപ്പറ്റ ടൗണിന്റെ ഹൃദയഭാഗത്ത് സലഫി നഗർ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജില്ലയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ സ്ക്വാഡ് വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുദിൽ പങ്കെടുക്കുന്ന എല്ലാ നമ്മുടെ പ്രവർത്തകർക്കും അനുഗ്രഹവും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ 25-ാം തീയതി നമ്മളൊക്കെ കുടുംബസമേതം ഇൻഷാ അല്ലാഹ് കൽപ്പറ്റയിൽ എത്തിച്ചേരണം. ഇനിയുള്ള വേനൽക്കാലം ദഅവത്തിൻ്റെതാണ്. ജിന്നും സിഹറും ഒക്കെ ഇനി അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞു. ആവശ്യ ആൾക്കാർ കാസറ്റ് ഉണ്ട്, ബുക്കുണ്ട്, പഠിച്ചോളുക. ഇനി ജനങ്ങളോട് കുറച്ച് കാര്യം പറയാനുണ്ട്. കുറച്ച് തൗഹീദും സുന്നത്തും അതുപോലെ തന്നെ കുടുംബജീവിതവും പരലോകവും ഒക്കെ പറയാനുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് ദഅവത്തിന്റെ യഥാർത്ഥ മേഖലകളിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നു. അതിനിടക്കാരെങ്കിലും വീണ്ടും ഈ വിഷയവുമായി വന്നാൽ അവിടെ അവർക്കൊരു മറുപടി സ്വാഭാവികമായും ഉണ്ടാകും. ഈ കൂത്തുപറമ്പ് മണ്ഡലത്തിലുള്ള ആളുകൾക്കുള്ള സന്തോഷ വാർത്ത, ഐക്യണ്ടാകാനുള്ള യഥാർത്ഥ പണിയെടുത്തൊരു മണ്ഡലമാണ്. ഇവിടുത്തെ ഒരു കുടുംബത്തിലൊരു പ്രശ്നം. എന്താ പ്രശ്നം? റസൂലുള്ളാഹിക്ക് സിഹർ പണിച്ചിട്ടുണ്ടോ അല്ലേ? അത് രണ്ടഭിപ്രായമാണല്ലോ. ഉണ്ട് എന്നൊരു കൂട്ടരും ഇല്ല എന്നൊരു കൂട്ടരും. ശരി, നമ്മളതിന് ഐക്യം ഉണ്ടാക്കുക, തല്ലുവിടല അല്ല. രണ്ട് വിഭാഗത്തിൽ രണ്ട് പണ്ഡിതന്മാരെ വിളിച്ചു, രണ്ടാളോട് സംസാരിക്കാൻ പറഞ്ഞു. സംസാരിച്ചു. ആ കുടുംബത്തില് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന എല്ലാവർക്കും മനസ്സിലായി സിഹറിൽ യാഥാർത്ഥ്യമുണ്ട് എന്നതാണ് ഇസ്ലാമിന്റെ നിലപാട്. CD ഇറങ്ങി. ഇപ്പൊ ഐക്യം ഉണ്ടായി. അത് ഐക്യം. ഇങ്ങനെ ഐക്യം ഉണ്ടാക്കേണ്ടത്. അല്ലാതെ സിഹർ വലിക്കൂന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ കയറുക, എല്ലാവരും കൂടും, ഇങ്ങോട്ട് ഇവരും തല്ലുവിടുക. എന്തിനാ ഐക്യം ഉണ്ടാകുന്നത്? അതുകൊണ്ട് അങ്ങനെ തല്ലുവിടണ്ട, അതിന് മുമ്പ് പ്രശ്നം തീർത്തുക. അതുകൊണ്ട് ആ ഐക്യത്തിന്റെ CD ഇവിടെ ലഭ്യമാണ്. നമ്മുടെ കനവക്കലിൽ നടന്ന ആ CD മടവൂർ വിഭാഗവും മുജാഹിദുകളും തമ്മിൽ നടന്ന ആ സംവാദത്തിന്റെ CD ലഭ്യമാണ്. നിങ്ങളൊക്കെ കേൾക്കണം, മറ്റുള്ളവരെ കേൾപ്പിക്കണം. ഇതൊരാദർശ പ്രസ്ഥാനമാണ്, പരലോകത്തിന്റെ വിഷയമാണ്. അതുകൊണ്ട് ദുനിയാവിന്റെ വിഷയം പോലെ നമ്മൾ നിസ്സാരമായി തള്ളരുത്. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഒരു ഹദീസ് നിഷേധിച്ചാൽ മുഴുവൻ ഹദീസ് നിഷേധിച്ചതുപോലെയാണ്. ഒരൊറ്റ ഹദീസ്, ഒരൊറ്റ ആയത്ത് നിഷേധിച്ചാൽ മുഴുവൻ ആയത്തും നിഷേധിച്ചവനെ പോലെയാണ്. അതുകൊണ്ട് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി പരലോകത്തെ വിജയം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ആത്മാർത്ഥമായി പ്രവർത്തന രംഗത്ത് ഇറങ്ങുക. നമ്മൾ മാത്രം ചെയ്യാനുള്ള പ്രവർത്തനമാണ് തൗഹീദിന്റെ സുന്നത്തിന്റെ പ്രചാരണം. ആ മാർഗത്തിൽ വിശ്രമമില്ലാതെ നീങ്ങാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക. ഈ പ്രസ്ഥാനത്തെ തരിപ്പണമാക്കുന്നതിന് വേണ്ടി ഗൂഢാലോചന നടത്തിയവരും അതിനെ സൈഡിൽ കൊടുത്തവരുമായ എല്ലാവർക്കും അല്ലാഹുവേ നീ പുനർവിചിന്തനം നൽകുകയും അവരെ നേരായ വഴിക്ക് കൊണ്ടുവരികയും ഈ തൗഹീദിന്റെ സുന്നത്തിന്റെ മുന്നേറ്റത്തെ നീ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് സ്വർഗം നൽകണമേ. അല്ലാഹുവേ മുൻഗാമികളായ ആളുകൾ കർശന സ്വഭാവത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോയ ആദർശ വിഷയത്തിൽ യാതൊരു വ്യതിയാനത്തിനും അരിഞ്ഞു കൊടുക്കാതെ ഖുർആനിന്റെ സുന്നത്തിന്റെ നേരായ പാതയിൽ മുന്നോട്ട് പോകാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.